കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളിൽ കണ്ടിരുന്ന ഒരു വീഡിയോ ആണ് റിപ്പോർട്ടർ ചാനലിലെ അരുൺകുമാറിൻ്റെ അശ്വമേധം എന്ന പരിപാടി. അരുണിൻ്റെ കുതിരപ്പുറത്തിരുന്നുള്ള ചോദ്യങ്ങൾക്ക് താഴെ നിന്നുകൊണ്ട് നിഷ്കളങ്കമായി മറുപടി പറയുന്ന സഖാവ് പന്ന്യൻ രവീന്ദ്രനെയാണ് കണ്ടത്. അത് കണ്ടപ്പോൾ അത്ഭുതം ഒന്നും തോന്നിയില്ല. സഖാവ് പന്ന്യൻ രവീന്ദ്രൻ എന്നും മണ്ണിൽ ചവിട്ടി നിൽക്കുന്ന ആൾ തന്നെയാണ്. അരുൺകുമാർ ചോദിക്കുന്നത് പ്രസ് ക്ലബിന് സമീപമുള്ള ജോയിൻറ്റ് കൗൺസിലിൻ്റെ ഓഫീസിലേക്ക് നോക്കിക്കൊണ്ടാണ്. ഇവിടെയാണോ താമസം എന്നാണ് അരുണിൻ്റെ ചോദ്യം. ഇവിടുത്തെ ഹാളിലാണ് കുറച്ചു കാലമായി കിടപ്പ് എന്നാണ് പന്ന്യൻ രവീന്ദ്രൻ മറുപടി പറയുന്നത്. MN സ്മാരകത്തിലായിരുന്നു 40 വർഷമായി കിടന്നിരുന്നത്. അവിടെ ഇപ്പോൾ പുതുക്കി പണി നടക്കുന്നത് കാരണം കുറേ നാളായി ഇവിടെ ജോയിൻറ്റ് കൗൺസിലിലെ ഹാളിലേക്ക് കിടപ്പ് മാറ്റി എന്ന് സഖാവ് പന്ന്യൻ അതിനോട് ചേർന്ന് പറയുന്നുണ്ട്. അതുകൂടാതെ അരുൺജി എന്നാണ് സഖാവ് പന്ന്യൻ അരുണിനെ സംബോധന ചെയ്യുന്നത്. അത് എളിമ മാത്രമല്ല, ഒരു മാന്യത കൂടിയാണ്. ശശി തരൂരിനോടും കുതിരപ്പുറത്തിരുന്നു കൊണ്ട് അരുൺ ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. എന്നാൽ രാജീവ് ചന്ദ്രശേഖരുടെ മുന്നിൽ എത്തിയപ്പോൾ കുതിരപ്പുറത്ത് നിന്നും ഇറങ്ങി നിന്നാണ് ചോദ്യങ്ങൾ. സ്ഥാനാർത്ഥി ആയിട്ടല്ല, ചിലപ്പോൾ കേന്ദ്രമന്ത്രി ആയിട്ടാകും അരുൺകുമാർ അദ്ദേഹത്തെ കാണുന്നത്. ആ ഒരു ബഹുമാനം കൊടുത്തതാകാനും സാധ്യതയുണ്ട്. 4 വർഷം തിരുവനന്തപുരത്തിൻ്റെ MP ആയിരുന്ന ആളാണ് സഖാവ് പന്ന്യൻ രവീന്ദ്രൻ. അക്കാലം തൊട്ട് ഇന്ന് വരെ തിരുവനന്തപുരം നഗരത്തിൻ്റെ ഏതെങ്കിലും ഭാഗത്ത് സഖാവിനെ ഒരിക്കലെങ്കിലും കാണാത്തവർ ചുരുക്കമാണ്. പലപ്പോഴും ഏതെങ്കിലും ചായക്കടയുടെ മുന്നിൽ രാഷ്ട്രീയം പറഞ്ഞുകൊണ്ട് സഖാവ് നിൽക്കുന്നുണ്ടാവും. ചിലപ്പോൾ റോഡിൻ്റെ സൈഡിലുള്ള പഴയ പുസ്തകങ്ങൾ വിൽക്കുന്ന കടയിലായിരിക്കും ഉള്ളത്. ചിലപ്പോൾ ചുമട്ടുതൊഴിലാളികളുടെ ഷെഡിൽ കാണാം, ഓട്ടോ സ്റ്റാൻഡിൽ. അങ്ങനെ ജോലി ചെയ്യുന്നവരുടെ ഇടയിൽ ആ മനുഷ്യനെ കാണാവുന്നതാണ്. യാതൊരു ജാടയുമില്ലാത്ത, വെച്ചുകെട്ടില്ലാത്ത സംസാരമാണ് അദ്ദേഹത്തിൻ്റേത്. മറ്റൊരു സ്ഥാനാർത്ഥി ശശി തരൂർ വിശ്വപൗരനാണ്. അതുകൊണ്ട് എപ്പോഴും തിരുവനന്തപുരത്തുള്ളവർക്ക് അദ്ദേഹത്തെ കാണാൻ കഴിഞ്ഞെന്ന് വരില്ല. മൂന്നാമത്തെ ആൾ കേന്ദ്രമന്ത്രിയാണ് രാജീവ് ചന്ദ്രശേഖർ. അദ്ദേഹം ഇപ്പോഴായിരിക്കും തിരുവനന്തപുരത്തെ സാധാരണക്കാരെ നേരിൽ കാണുന്നത്. കോൺഗ്രസും BJPയും ഒരുപോലെ പറയുന്ന കാര്യമാണ് തങ്ങളുടെ പ്രശസ്തരായ ഉന്നത വിദ്യാഭ്യാസവും ഉയർന്ന ജീവിത നിലവാരവുമുള്ള സ്ഥാനാർത്ഥികളെ വിജയിപ്പിച്ചാൽ തിരുവനന്തപുരം സ്വർഗമാക്കുമെന്ന്. എത്രയോ വർഷങ്ങൾ MP ആയിട്ടിരുന്ന ശശി തരൂർ എന്താണ് ചെയ്തതവിടെ? തരൂർജി നൽകിയ വാഗ്ദാനങ്ങൾ ഒന്നും നടപ്പിലായിട്ടില്ല. കേന്ദ്രമന്ത്രിയായ BJP സ്ഥാനാർത്ഥി എന്താണ് ചെയ്തിട്ടുള്ളത്? പന്ന്യൻ രവീന്ദ്രനെ ഓക്സ്ഫോർഡ് ഇംഗ്ലീഷ് അറിയില്ലായിരിക്കും. അയാളുടെ വേഷം മുണ്ടും ഷർട്ടുമാണ്. ആഗോള പൗരനുമല്ല. പക്ഷേ അയാൾ എപ്പോഴും ജനങ്ങൾക്കൊപ്പം ഉണ്ടായിരുന്ന വ്യക്തിയാണ്. അദ്ദേഹം MP ആയിരുന്നപ്പോഴാണ് ഐസർ വന്നത്, 2ാം ടെർമിനലിന് അനുമതി ലഭിച്ചത്, ബ്രഹ്മോസ് വന്നത്, കൊച്ചുവേളി ടെർമിനൽ വന്നത്, മെഡിക്കൽ കോളേജിൽ സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്ക് വന്നത്, എയർ ഇന്ത്യയുടെ രാജ്യത്തെ 3ാമത്തെ മെയിൻ്റനൻസ് ഹാങ്ങർ വന്നത്. നാടിന് ആവശ്യമായി നേടിയെടുക്കാൻ കഴിയുന്ന ഒരു MP-യാണ് ഇവിടെ വേണ്ടത്. ഇന്നത്തെ നേതാക്കൾ എല്ലാം തന്നെ മക്കളെ പഠിക്കാനും ബിസിനസ് ചെയ്യാനും പല രാജ്യത്തും സ്റ്റേറ്റിലും അയച്ച് പണം വാരുന്നുണ്ട്. അതിൽ നിന്നെല്ലാം വേറിട്ട ഒരു മുഖമാണ് പന്ന്യൻ രവീന്ദ്രൻ. നേരും നെറിയും കൈമോശം വന്ന രാഷ്ട്രീയത്തിലെ കെടാത്ത ഒരു കനൽ തന്നെയാണ് പന്ന്യൻ രവീന്ദ്രൻ എന്ന സഖാവ്.